തിരുവനന്തപുരം വിമാനത്താവളത്തിൽ വൻ കഞ്ചാവ് വേട്ട. 10 കോടി രൂപയുടെ ഹൈബ്രിഡ് കഞ്ചാവുമായി 2 വിദ്യാർത്ഥികൾ പിടിയിലായി. ബാങ്കോക്കിൽ നിന്നെത്തിയ യാത്രക്കാരിൽ നിന്നാണ് കഞ്ചാവ് പിടികൂടിയത്. ഉമേഷ് ബാലകൃഷ്ണൻ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. ഉമേഷ്, ഈ 10 കോടി രൂപ വരുന്ന ഹൈബ്രിഡ് കഞ്ചാവ് എന്ന് പറയുമ്പോൾ വലിയ ലഹരി വേട്ടയാണ് ഉണ്ടായിരിക്കുന്നത്. ഇത് എവിടെയുള്ള വിദ്യാർത്ഥികളാണ്? എന്താണ് ഇതിന്റെ വിശദാംശങ്ങൾ? ലഭ്യമാകുന്ന വിവരങ്ങൾ എങ്ങനെ, ഉമേഷ്? വിദ്യാർത്ഥികളുടെ ഐഡന്റിറ്റികൾ സംബന്ധിച്ചുള്ള വിവരങ്ങളൊന്നും ഇപ്പോൾ കസ്റ്റംസ് പുറത്തുവിട്ടിട്ടില്ല. അല്പം മുൻപാണ് കസ്റ്റംസ് വാർത്താക്കുറിപ്പിലൂടെ ഇക്കാര്യം അറിയിച്ചത്. അതായത് 10 കോടി രൂപയുടെ ഹൈബ്രിഡ് കഞ്ചാവുമായി 2 പേർ പിടിയിലായിരിക്കുന്നു. 2 വിദ്യാർത്ഥികളാണ് ഇവർ. ഒരാൾ 23 വയസ്സുള്ള യുവാവും ഒരാൾ 21 വയസ്സുള്ള പെൺകുട്ടിയുമാണ്. ഇവർ ബാങ്കോക്കിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് വരുന്ന വിമാനത്തിൽ നിന്നായിരുന്നു ഇവർ പുറത്തേക്ക് ഇറങ്ങിയത്. പാഴ്സലുകളിലാക്കി ഏകദേശം 8 പാഴ്സലുകൾ ആക്കി മാറ്റിയ രീതിയിലായിരുന്നു ഈ കഞ്ചാവ്. കസ്റ്റംസ് നടത്തിയ വിശദമായ പരിശോധനയിലാണ് ഇവരെ പിടികൂടാനായത്. എന്തായാലും ഈ സമീപകാലത്ത് നടത്തിയ ഏറ്റവും വലിയ കഞ്ചാവ് വേട്ടകളിൽ ഒന്ന് തന്നെയാണ് ഈ 10 കോടി രൂപയുടെ കഞ്ചാവ് കസ്റ്റംസ് പിടികൂടിയിരിക്കുന്നത്. കാരണം കസ്റ്റംസ് നേരത്തെ എല്ലാം ഹൈബ്രിഡ് കഞ്ചാവ് പിടികൂടിയിരുന്നെങ്കിലും ഇത്രത്തോളം വലിയ വില, പ്രത്യേകിച്ച് പ്രാദേശിക വിപണിയിൽ ഇത്രത്തോളം വലിയ വിലയുള്ള ഹൈബ്രിഡ് കഞ്ചാവുകൾ പിടിക്കുന്നത് ഇത് ആദ്യമാണ്. നേരത്തെ എല്ലാം കരിപ്പൂരിലും എറണാകുളത്തും എല്ലാം ഏകദേശം 3 കോടിയുടെയും 9 കോടിയുടെയും വരെ ഹൈബ്രിഡ് കഞ്ചാവുകളാണ് പിടികൂടിയത്. എന്തായാലും വിശദമായ പരിശോധനയിൽ കസ്റ്റംസ് പിടികൂടിയിരിക്കുന്നു. 2 പേർ ഇപ്പോൾ കസ്റ്റംസിന്റെ കസ്റ്റഡിയിലുണ്ട്. തുടർ നടപടികളിലേക്ക് കസ്റ്റംസ് ഉടൻ കടക്കും. ഉമേഷ്, ഈ വലിയ ലഹരി വേട്ടയാണ് ഉണ്ടായിരിക്കുന്നത്. ഈ വിദ്യാർത്ഥികളുടെ ഐഡന്റിറ്റി സംബന്ധിച്ച് ഇപ്പോൾ കൂടുതൽ വിവരങ്ങൾ ലഭ്യമല്ല എന്നാണ് മനസ്സിലാവുന്നത്. അത് പങ്കുവെക്കാൻ കസ്റ്റംസ് തയ്യാറാവുന്നില്ല എന്ന് മനസ്സിലാക്കുന്നു. ഇവരിത് വിൽപ്പനയ്ക്കായി കൊണ്ടുവന്നതായിരിക്കാം. എവിടേക്ക് കൊണ്ടുപോകുന്നു, എവിടെ നിന്ന് എത്തിച്ചു, അങ്ങനെയുള്ള വിവരങ്ങളിലൊക്കെ കസ്റ്റംസിന്റെ ഭാഗത്തുനിന്നൊരു വിശദീകരണം ഉണ്ടാവുന്നുണ്ടോ, ഉമേഷ് ബാലകൃഷ്ണൻ? നിലവിൽ കസ്റ്റംസ് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊന്നും കൈമാറുന്നില്ല. ഇതിൽ ഔദ്യോഗികമായി ഇത്തരം വിവരങ്ങൾ കൈമാറുന്നില്ല. അനൗദ്യോഗികമായി വിവരിക്കുന്ന വിവരപ്രകാരം ഇവർ പ്രാദേശിക വിപണിയിൽ ഇത് വിൽക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെ കൊണ്ടുവന്നതാണ് എന്നാണ് ലഭിക്കുന്ന വിവരം. സ്വാഭാവികമായി വിവിധ ബ്രാൻഡുകളിലുള്ള വിവിധ ഗുണനിലവാരത്തിലുള്ള കഞ്ചാവുകൾ ഉണ്ട്. അതായത് വിവിധ രീതിയിലുള്ള പല നിറത്തിലുള്ള ഈ ഹൈബ്രിഡ് നിറങ്ങൾ മാറി, അതായത് വിവിധ ക്വാളിറ്റി ഗ്രേഡിലുള്ള കഞ്ചാവുകളുണ്ട് എന്നാണ് പറയുന്നത്. എല്ലാം വിവിധ ബോക്സുകളിൽ, അതായത് വിവിധ ബോക്സുകളിൽ എയർ ടൈറ്റ് ചെയ്ത് സൂക്ഷിച്ചിരിക്കുകയായിരുന്നു. അവർ പാഴ്സലുകൾ എന്ന രൂപേണ കൊണ്ടുവരികയാണുണ്ടായത്. ഇവയാണ് പിടിച്ചിരിക്കുന്നത്. എന്തായാലും ഇത് പ്രാദേശിക വിപണിയിൽ വിൽപ്പന നടത്തും മുൻപ് ഇത്തരത്തിൽ കേസുകളിൽ ഉള്ളവരാണോ എന്നുള്ള അന്വേഷണത്തിൽ നിന്നും കൃത്യമായ മറുപടി കസ്റ്റംസിന് ലഭിച്ചിട്ടില്ല. ബാക്കിയെല്ലാം കസ്റ്റംസ് പരിശോധിക്കുകയാണ്. എന്തായാലും തുടർ അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകും. ഇവരുടെ മുൻകാല ചരിത്രമടക്കം പരിശോധിക്കും. എന്തായാലും നിലവിൽ ഏറ്റവും സുപ്രധാനം 2 വിദ്യാർത്ഥികളാണ് എന്നുള്ളതാണ്. 2 പേരും വളരെ ചെറുപ്പക്കാരാണ്. ഒരാൾ 23 വയസ്സുള്ള യുവാവും ഒരാൾ 21 വയസ്സുള്ള പെൺകുട്ടിയുമാണ് എന്നുള്ളതാണ്. എന്തായാലും ബാങ്കോക്കിൽ നിന്ന് സിംഗപ്പൂർ വഴി കേരളത്തിലേക്ക് എത്തിയ, തിരുവനന്തപുരത്തേക്ക് എത്തിയ വിമാനത്തിലാണ് ഈ വൻ ഹൈബ്രിഡ് കഞ്ചാവ് വേട്ട നടന്നിരിക്കുന്നത്. ശരി, ഉമേഷ് ബാലകൃഷ്ണൻ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ വലിയ വൻതോതിലുള്ള ഹൈബ്രിഡ് കഞ്ചാവ് വേട്ട ഉണ്ടായിരിക്കുന്നു. 10 കോടി രൂപയുടെ ഹൈബ്രിഡ് കഞ്ചാവുമായി 2 വിദ്യാർത്ഥികളാണ് പിടിയിലായിരിക്കുന്നത്.